ഗുഡ് മോർണിംഗ്. ഫ്ലൈ വീലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ ഒരു 6 പേര് ചേർന്ന റൈഡാണ് നമ്മുടെ ക്ലബ്ബിൽ നിന്ന്. കൊല്ലി ഹിൽസ് എന്ന് പറയും. അപ്പോൾ എല്ലാ റൈഡേഴ്സും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ കാറിൽ പോലും പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം റൈഡ് കൊല്ലി ഹിൽസിലോട്ട് വെച്ചു. ഇന്ന് പോയിട്ട് നാളെ തങ്ങി മറ്റന്നാൾ തിരിച്ചു വരാനാണ് പ്ലാൻ. ഇവിടുന്ന് 520 കിലോമീറ്റർ ഉണ്ട്, 11 മണിക്കൂർ റൈഡ്. ആമുഖം വലുതായിട്ട് വലിച്ച് നീട്ടുന്നില്ല. നമുക്ക് റൈഡിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. എപ്പോഴത്തെയും പോലെ പിന്നെ എന്താ പറയുക, നല്ല നല്ല കാഴ്ചകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൈഡ് ചെയ്യുമ്പം ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സംസാരവും കൂടെ കാണും. പരീക്ഷണമാണ്. വിജയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ മുതൽ ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക സംസാരവും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ റൈഡിലേക്ക് സമയമായി. 4:30 മണിക്ക് അവിടെ വരാൻ പറഞ്ഞു. പള്ളിച്ച പെട്രോൾ പമ്പാണ് മീറ്റപ്പ് പോയിന്റ്. അവിടെ നമ്മുടെ 6 പേരാണ് പോകുന്നത്. അപ്പോൾ ഈ 6 പേരും ഇപ്പോൾ അവിടെ എത്തിക്കാണും. ഞാനൊരു അല്പം ലേറ്റായി എപ്പോഴത്തേയും പോലെ. എന്നാലും മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം നേരെ റൈഡിലോട്ട്. അപ്പോൾ 500 കിലോമീറ്റർ നീളുന്ന നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചു. 520 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞു. ഫസ്റ്റ് എല്ലാ റൈഡിലും ഉണ്ടാകുന്ന ഒരു ചെറിയ മടുപ്പുണ്ടല്ലോ, ഈ റൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ റൈഡിലും തലേ ദിവസം ഉറക്കമെന്ന് പറയുന്ന ഒരു സാധനം വരില്ല. അത് നമുക്ക് എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല. മിക്കവാറുമുള്ള എല്ലാ റൈഡും നമുക്ക് പുതിയ റൈഡുകളാണ് അല്ലേ. സ്ഥിരമായിട്ട് ബൈക്ക് റൈഡൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എത്രത്തോളം നമ്മൾ റൈഡ് പോയാലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് എല്ലാ റൈഡും പുതിയ റൈഡാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. ആ എക്സൈറ്റ്മെൻറ്റാണ് നമ്മുടെ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, എന്നാലും എപ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ മടുപ്പങ്ങ് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ റൈഡുമായിട്ട് നമ്മളങ്ങ് സിങ്കാവും. പിന്നെ ഒരു അടിപൊളി പോക്കും നല്ല രസമായിരിക്കും. രസം. അപ്പോൾ പള്ളിച്ചൽ വന്നു. ഇവിടെയാണ് നമ്മുടെ മിക്കവാറും ഫ്യൂൽ സ്റ്റോപ്പ്. പള്ളിച്ചൽ പെട്രോൾ പമ്പിൽ ഇവിടെ വന്നിട്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ പ്രീമിയമാണ് അടിക്കുന്നത്. ഇവിടെ പ്രീമിയം ഇല്ല. അതുകൊണ്ട് സാധാ പെട്രോൾ തന്നെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് അടിച്ചിട്ട് നേരെ പോകുന്ന വഴിക്ക് അടുത്ത വീണ്ടും പിന്നെ എന്താ പറയുക ഫില്ല് ചെയ്യാം. നമ്മുടെ സുനിൽ ബ്രോ വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് ഇവിടെ വന്ന് സുനിൽ ബ്രോയുടെ ആദ്യത്തെ ലോങ് റൈഡാണ് നമ്മുടെ കൂടെ. ഇത് നമ്മുടെ കൂടെ ആദ്യത്തെ ലോങ് റൈഡ് അല്ലേ? ഫസ്റ്റ് റൈഡ്. ഓക്കെ ലോങ് ഡിസ്റ്റൻസ് റൈഡ്. അതെ. അപ്പോൾ ഗായ്സ്, നമ്മൾ അന്ന് ദുബായിൽ നിന്ന് ഞാനൊരു ഇൻ്റർകോം വാങ്ങിയായിരുന്നു ബാബിക്ക് വേണ്ടി. നമ്മളത് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിൽ ഇൻ്റർകോം വഴി ഞാൻ അഭിയായിട്ട് പിന്നെ സംസാരിക്കുകയാണ്. നമ്മൾ റൂട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതിപ്പോഴാകുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. ഹൈവേക്കൊന്നും അങ്ങനെ ഉഷരി നമ്മൾ ഉപയോഗിക്കില്ല. എന്തെങ്കിലും വഴി തെറ്റുകയോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് പള്ളിച്ചൽ നിന്ന് യാത്ര തിരിച്ചു. അടുത്തിന് ബാലരാമപുരം, ഏത്തിങ്കര, പിന്നെ കളിക്കാവള കഴിഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ കളിക്കാവള എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറാണ്. അത് കയറി നമ്മൾ നേരെ തമിഴ്നാട് വഴി നാഗർകോവിൽ നിന്ന് കാവൽക്കണ്ടറി കയറുന്നു. കാവൽക്കണ്ടറിയാണ് മെയിൻ ഹൈവേ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകും മാമക്കല്ലി വരെ. അതേ റോഡാണ്. നമ്മളിപ്പോൾ നാഗർകോവിലിൽ എത്താറായി. കുറച്ച് ബ്രേക്ക് എടുത്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർക്ക് റൂട്ട് അത്ര പോയില്ല. അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അനസ്ബോയുടെ വണ്ടി ഇതാണ്. S1000R ആണ്. ഇത് M സ്പോർട്ടാണ് അബിയുടേത്. അപ്പോൾ നമ്മുടെ ദ്വീപും എത്തി. എല്ലാവരും ആയി. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നു. അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കാവൽക്കണ്ടർ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. ഇനി ഫുഡ് കഴിക്കണം. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയെടുത്ത് ഈ ഹോട്ടൽ കൊള്ളാം കേട്ടോ. നല്ല ആംബിയൻസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്ന റെസ്റ്റോറൻ്റാണ്.
അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഫ്യൂൽ ബ്രേക്കാണ്. നമ്മൾ എല്ലാ വണ്ടിയും ഫ്യൂൽ ഫില്ല് ചെയ്തു. ഇന്ത്യൻ ഓയിലിൽ നിന്നാണ് അടിക്കുന്നത്, XP95. ഞാൻ നേരത്തെ XP95 അടിച്ചുകൊണ്ടിരുന്നു എത്തനോൾ കണ്ടൻറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇല്ല, 19.88% എന്തോ എത്തനോൾ ഉണ്ട്. എത്തനോൾ കുറവെന്ന് പറയാനായിട്ട് നോക്കിയപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെയും പിന്നെ ഭാരതിൻ്റെയും സ്പീഡും പവറും ഒരുവിധം കുറവാണ്. അതടിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ മൈലേജ് കിട്ടും. പക്ഷേ ഇത് മൈലേജ് ഇന്ത്യൻ ഓയിലിന് മൈലേജ് വലുതായിട്ട് കിട്ടുന്നില്ല. അതുപോലെ വണ്ടിയുടെ പെർഫോമൻസും അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു എടുത്ത് കൊണ്ടുപോകുന്നില്ല. ഇനിയിപ്പം ഞാൻ പിന്നെ ഫ്യൂല് കുറവാണ്, എല്ലാവരും ഫില്ല് ചെയ്തപ്പോൾ പിന്നെ ഞാനും ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും ഓരോരുത്തരായിട്ട് നമുക്കിനി വണ്ടിക്ക് ടാങ്ക് ഫില്ല് ചെയ്തതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നമ്മുടെ വയറിനും ഫില്ല് ചെയ്യണം. ദീപ് ഒതുക്കിയിരുന്നോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു. എല്ലാവരും നമ്മുടെ ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ സ്ഥാനത്തൊക്കെ വച്ചു. അങ്ങനെ വീണ്ടും ഒരു പെട്രോൾ ഫ്യൂൽ ബ്രേക്ക്. നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ പെട്രോൾ അടിച്ചടിച്ച് പോവുകയാണ്. ഇപ്പോൾ അടിച്ചത് പവർ കിട്ടി ഇവിടെ, HP പവർ പെട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചും കൂടെ മൈലേജും പെർഫോമൻസൊക്കെ മാറും, അതുകൊണ്ട് അതടിച്ചു. എല്ലാവരും കയറ്റി അടിച്ചു. ഒരാൾ മാത്രം ഫ്രണ്ടിൽ പോയി, പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാൻ നമ്മൾ വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് 3.5 മണിക്കൂർ കാണിക്കുകയാണ്. 200 കിലോമീറ്റർ, 200 കിലോമീറ്റർ ഉണ്ട്, 3.5 മണിക്കൂർ. കാര്യം ലാസ്റ്റ് സ്ട്രെച്ച് കുറച്ച് ഈ 70 ഹെയർ പിൻ ബെൻഡുണ്ട്, അപ്പോൾ അത് കവർ ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാനിപ്പം കാറ്റ് കാരണം ഗോപ്രോ ഊരി വെച്ചു, ഇല്ലെങ്കിൽ കാറ്റടിച്ച് ഗോപ്രോ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഊരി വെച്ചു. ഇനിയിപ്പം വീണ്ടും നമ്മുടെ ഈ റോഡ് വിട്ട് ഇട റോഡ് കയറിയിട്ട് അത് ഫിറ്റ് ചെയ്യാം. അപ്പം വീണ്ടും റോഡിലെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു 60 കിലോമീറ്റർ ഉണ്ട്. ഈ 60 കിലോമീറ്റർ ഹൈവേ വിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പമ്പ് സമയത്തിന് കാണുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മളിവിടെ കയറി അങ്ങ് ഫില്ല് ചെയ്തു. ഇനി കുറച്ച് ഹൈ റേഞ്ചൊക്കെയാണ്. ആ പറഞ്ഞ 70 ഹെയർ പിൻ ബെൻഡ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അത് കയറാനായിട്ട്. ആദ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, ആദ്യമായിട്ട് നമ്മൾ കയറുകയാണ്. അബി അല്ല, ഓക്കെ അല്ലേ? ഇത് ഈ രാവിലത്തെ ക്ഷീണം ഇപ്പോൾ തീർന്നു കിട്ടിയില്ലേ? ഇപ്പോൾ ഈ വെയിലത്ത്. പിന്നെ അനസ് ബ്രോ റൈഡ് ചെയ്യുകയല്ല, പുള്ളിക്കാരൻ പറത്തുകയാണ്. കഴിഞ്ഞ ജന്മം പൈലറ്റാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കേ ഒരു ടയറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബിലാൽ, പുള്ളി നമ്മുടെ കൂടെ, സത്യം പറഞ്ഞാൽ ഈ വണ്ടി നമ്മളെ കൂടെ പിടിച്ച് പുള്ളി വന്നു. അത് ഒന്ന് വണ്ടിയുടെ കാര്യമല്ല, അത് ആ ഓടിക്കുന്ന ആളിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും. ബിലാൽ നല്ലവണ്ണം ഓടിച്ചു, അടിപൊളി, സൂപ്പർ റൈഡർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോകണം. ഇനി നമ്മൾ 3 പേരെ വെയിറ്റ് ചെയ്തു. നമ്മുടെ കൂടെ വന്ന 2 പേരെ കാണാനില്ല, അവർ പുറകിലായിപ്പോയി. പിന്നെ ഒരു മിക്കിലേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്, ബാംഗ്ലൂരിൽ നിന്നാണ് പുള്ളി വരുന്നത്, പുള്ളിയും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു.
അപ്പോൾ നമ്മൾ കൊല്ലിയിൽ വന്ന് എല്ലാം റൂമൊക്കെ എടുത്ത് എല്ലാം സെറ്റിലായി ഡിന്നർ കഴിക്കാൻ വന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഫുഡ് പറഞ്ഞു, കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഗുഡ് മോർണിംഗ്. മുഖം കണ്ടാൽ അറിയാമല്ലോ, ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇന്നലെ വന്ന് എല്ലാ റൈഡിനും വൈകുന്നേരം ആകുമ്പോൾ ഒരു ക്ഷീണം അങ്ങ് വരും. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടന്ന് എല്ലാവരും അങ്ങ് ഉറങ്ങി. രാവിലെ എണീറ്റു, നല്ല തണുപ്പ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു കൊടൈക്കനാലൊക്കെ പോയതിൻ്റെ അത്രയും തണുപ്പുണ്ട് ഇവിടെ. തണുപ്പും കാറ്റും, ഭയങ്കര ക്ലൈമറ്റ്. അത് ഈ ഡിസംബറിൽ മാത്രമാണോ എപ്പോഴും എങ്ങനെയാണോ എന്നറിയില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാനിപ്പം നമ്മളിപ്പോൾ എണീറ്റു, എല്ലാവരും എണീറ്റ് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് താഴെ നടക്കണം ഫുഡ് കഴിക്കാനായിട്ട്. അവർ വേണമെങ്കിൽ ഇവിടെ സെർവ് ചെയ്യും, വേണ്ട നമ്മൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ താഴോട്ട് പോയെന്ന് തോന്നുന്നു, നോക്കണം. ഞാനിപ്പോൾ പുറത്തോട്ട് പോകുന്നേ ഉള്ളൂ, നോക്കാം. അപ്പോൾ ഇന്ന് ഡേ 2, രണ്ടാമത്തെ ദിവസം. ആക്ടിവിറ്റീസൊന്നുമില്ല, ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങും. അതൊക്കെയാണ്. ഇവിടെ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല, എല്ലാം ഈ റൈഡിന് വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഫിക്സ് ചെയ്ത് വരുന്നതാണ്. നോക്കട്ടെ, ഒന്ന് വെളിയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തെ കാഴ്ച. എനിക്ക് ചെറിയ ജലദോഷമായി കേട്ടോ, തൊണ്ടവേദന തുടങ്ങി. നല്ല റിസോർട്ടാണ് ഈ ഏരിയയിൽ, ഈ കൊല്ലിയിലുള്ളതിൽ നല്ല റിസോർട്ട്. ബിലാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി പോവാണ്. നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്ത് പുറത്ത് വന്നു. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആംബിയൻസ്. നമ്മുടെ ഇവിടെ നല്ല സർവീസ് ഉണ്ട്. പയ്യന്മാർ കൊള്ളാം, അനസ് ഭായി കൊള്ളാം, ഇംഗ്ലീഷ് കൊള്ളാം, സുനിൽ ബ്രോ കൊള്ളാം, എല്ലാവരും കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മൾ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി 2 വണ്ടി എടുത്തു. ബൈക്ക് കൊണ്ടുപോകുന്നില്ല, ഈ വണ്ടിയിലാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ആ വണ്ടിയിൽ 4 പേര് കയറി, ഈ വണ്ടിയിൽ 3 പേര്. അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ 3-4 സ്പോട്ട് ഉണ്ടെന്നാണ്. അത് ഒന്ന് വന്നിട്ട് ഇവിടെ വാട്ടർഫാളുണ്ട്, പിന്നെ ഒരു അമ്പലമുണ്ട്, അതിൽ 1800 പടിയുണ്ടെന്നാണ് പറയുന്നത്. അത് കയറി ഇറങ്ങണമെങ്കിൽ 2-2.5 മണിക്കൂറാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാട്ടർഫാൾ. കുറച്ച് വെള്ളമേ വീണുള്ളൂ. അപ്പോൾ ഇതൊരു ജസ്റ്റ് വരുന്നവർക്ക് കാണാനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വന്ന് കാണുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഭയങ്കര വലിയ സീനിക്കായിട്ടുള്ള ഒരു പ്ലേസൊന്നും അല്ല. ഇത് ഈ പടി ഇറങ്ങി പോകണം. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരു എന്താ പറയുക, തയ്യാറെടുപ്പിലല്ല വന്നത്. അപ്പം പിന്നെ അത് ഇറങ്ങാൻ പാടില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകണമെന്ന് ചിന്തിക്കണം, എന്നാലേ പോകാൻ തോന്നുള്ളൂ. അപ്പോൾ അതായത് കൊള്ളാം, നല്ല കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ. ദൂരെ മലകളും ഉണ്ടോ. ഈ ഹോട്ടൽ റൂമുകൾ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ റൂമുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പഴയ നാട്ടിൻപുറത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ള ഒരു അമ്പലങ്ങൾ കാണാം. ഉണ്ടോ, ഈ ഞാൻ പറഞ്ഞിട്ട് ഇത് തമിഴ്നാടിൻ്റെ ഒന്നും ഒരു കട്ടില്ല, തമിഴ്നാടെന്ന് പറയില്ല. ഇത് കേരളത്തിലൊരു വയനാടൊക്കെ ഉള്ള ഒരു അമ്പലം ഉണ്ടല്ലോ ഇതുപോലെ കാട്ടിനകത്തൊക്കെ, ആ ഒരു ഫീലിംഗ്. പിന്നെ ഇവിടുന്ന് ഒക്കെ സത്യമംഗലം പോലുള്ള കാടുകളൊക്കെ അടുത്താണ്. ഇവിടെ ഫോറസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ വണ്ടി ഓടിച്ചു വന്ന ആൾ പറഞ്ഞു ഇവിടെ ഫോറസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങളൊന്നും കാണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കട കണ്ടപ്പം അവിടെ നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് മോഹം തോന്നി. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ചായക്കടയല്ല, അതാണ് സൂപ്പ് കടയും. സൂപ്പ് മട്ടുന്നാൻ കിടക്കും അങ്ങ്. ഇവരെന്തൊക്കെയോ മിക്സ് ചെയ്ത് സൂപ്പാക്കിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഇരിക്കുന്ന അമ്മുമ്മയാണ് അതിൻ്റെ ഫുൾ പിന്നെ കാര്യങ്ങളും ചെയ്യുന്നത്.
അങ്ങനെ സെമ്മേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഫുഡ് കഴിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നപ്പം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കണ്ടിട്ട് പോയി കഴിക്കാമെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും വന്ന്. അങ്ങനെ വ്യൂ പോയിൻ്റ് കാണാൻ വന്നു. ഇതാണ് വ്യൂ പോയിൻ്റ്. പക്ഷേ ഇന്ന് മേളിൽ വേറെ ഒന്നുണ്ട്, ആ ടവറിൻ്റെ മേളിൽ കയറണം. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ വിജയകരമായി ബോട്ടിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി ഫുഡും കഴിച്ച് റൂമിലോട്ട് പോകും. എൻ്റെ ക്യാമറയുടെ ചാർജും തീരാറായി, പിന്നെ ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പം നാളെ രാവിലെ നമ്മൾ 6 മണിക്ക് തിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയൊക്കെ ഇന്ന് കിടന്നുറങ്ങും.